ഹലോ ഗൈസ്, ഇന്നെൻ്റെ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഞാനിന്ന് യാത്ര ചെയ്യുന്ന എറണാകുളം വൈറ്റിലെ നിന്ന് തിരുവനന്തപുരത്തേക്കാണ്. നമ്മുടെ ആനവണ്ടിയായ ASC ബസ്സിലാണ്. ഏതാണ് ASC ബസ്സിലാണ്. ഇനി പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും യാത്രക്കിടയിൽ. യാത്രയിൽ നമ്മൾ തനിച്ചാണെങ്കിൽ പരസ്പരം സംസാരിക്കാൻ ആരുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സമയം കളയാൻ പറ്റിയ ഏക പരിപാടി മൊബൈലിൽ തോണ്ടി ഇരിക്കുക എന്നുള്ളതായിരിക്കും. കയ്യിലൊരു പവർ ബാങ്ക് പോലും ഇല്ലാത്തൊരു സമയം. പിന്നെ ഒരു ധൈര്യം എന്ന് പറയുന്നത് നമ്മൾ യാത്ര ചെയ്യുന്ന ബസ്സിലായാലും ട്രെയിനിലായാലും ചാർജ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനമാണ്. പക്ഷേ ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. കുറച്ചു നേരം ഫോണിൽ കളിച്ചിരുന്ന് ചാർജ് കഴിയാറാകുമ്പോൾ പെട്ടെന്ന് നിന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന ബസ്സിൻ്റെ ആയാലും ട്രെയിനിൻ്റെ ആയാലും ചാർജിങ് പോർട്ടിൽ പോയി ചാർജ് ചെയ്യാൻ നോക്കും. അപ്പോഴായിരിക്കും നമ്മൾ ആ നഗ്നസത്യം മനസ്സിലാക്കുന്നത്, അത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത്, ദൈവമേ ചാർജ് കഴിയാറായി, ഇനി എന്ത് ചെയ്യും? ചാർജ് തീർന്നാൽ ആരും വിളിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ചിന്തകളാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഫോണിൽ കളിക്കുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ട് ബാക്കിയുള്ള ചാർജൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കും. അപ്പോഴായിരിക്കും പണ്ടാറടങ്ങും ഒരു നോട്ടിഫിക്കേഷൻ ശബ്ദം എന്തെങ്കിലും വരുന്നത്. അത് പിന്നെ ഉടനെ എടുത്ത് നോക്കി ആരാണ് ആ മെസ്സേജ് ചെയ്തത് എന്നൊക്കെ അറിയാൻ വേണ്ടി ഉടൻ ഫോൺ എടുത്ത് നോക്കും. ഇന്നത്തെ യാത്രയിലും ഇതേ അനുഭവമാണ് മക്കളെ എനിക്കുണ്ടായത്. ചാർജ് കഴിയാറായപ്പോൾ ബസ്സിൻ്റെ ചാർജിംഗ് ബോർഡിൽ പോയി ചാർജ് ചെയ്യാൻ നോക്കിയപ്പോൾ പണ്ടാരം വർക്കാവുന്നില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ സീറ്റിൻ്റെ അവിടുത്തെ മാത്രം എന്തെങ്കിലും പ്രശ്നമായിരിക്കും. തൊട്ടടുത്തുള്ള സീറ്റിലെ ആൾക്കാരോട് പോയി തിരക്കി. അപ്പോഴാണ് അറിയുന്നത് ആ ബസ്സിലെ ഒരു ചാർജിംഗ് പോർട്ട് പോലും വർക്കാവുന്നില്ല. ഇങ്ങനത്തുള്ള എന്തെങ്കിലും അനുഭവം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ ഗൈസ്?